വെൽക്കം ബാക്ക് ടു സോനാസ് ആർട്സ് ഗാലറി. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, റൈറ്റ് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ആൻഡ് ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം എന്തോ പെയിൻറ്റ് ചെയ്ത് വെച്ചൊരു ബോട്ടിലായിരുന്നു കേട്ടോ. അത് തന്നെ ഞാനങ്ങ് എടുത്തു. ബ്ലൂ പെയിൻ്റാണ്, സ്കൈ ബ്ലൂ കളറാണ് കൊടുത്തത്. പിന്നെ ഞാനൊരു 2 കല്ല് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ റൗണ്ട് ഷേപ്പിൽ അത്ര ഇഷ്ടമായില്ല, അതുകൊണ്ട് ഞാൻ മറ്റേ തന്നെ ചൂസ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചൂസ് ചെയ്യാം. ഏകദേശം ഒരു ക്രാബിൻ്റെ ഷേപ്പ് വരുന്നത് നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിൻ്റെ കയ്യ കാല് കൊമ്പ് കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ക്ലേ ആണ് യൂസ് ചെയ്യുന്നത്. ഫെവിക്രിലിൻ്റെ എയർ ഡ്രൈ ക്ലേ ആണ്. നിങ്ങൾക്ക് ഹോം മെയ്ഡ് ക്ലേ വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മുകളിലും കൊടുത്തേക്കാം, അത് നോക്കിയാൽ മതി കേട്ടോ. അന്നത്തെ ഞാൻ ആ കല്ല് സെപ്പറേറ്റ് അങ്ങ് മാറ്റിയിട്ട് ബോട്ടിൽ വെച്ചിട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബോട്ടിൽ ഒട്ടിക്കാമെന്ന് കരുതി. അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ കൈയും കാലും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിങ്ങനെ ജോയിൻറ്റ് വരുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ ഒരു കൈക്ക് അല്ലെങ്കിൽ ഒരു കാലിന് 2 ജോയിൻറ്റ് വരുന്ന രീതിയിലാണ് ചെയ്തെടുത്തേക്കുന്നത്. ഈ ഒരു പാറ്റേൺ നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്താലും മതി. ഐ ഡി ഞാനിപ്പം താഴെ കൊടുക്കുന്നതായിരിക്കും. അപ്പം ഇത് ഫുള്ളൊന്ന് ചെയ്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ, നിങ്ങൾ കണ്ടു നോക്കൂ. നമ്മുടെ കൈയും കാലും ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മുടെ ക്രാബിൻ്റെ. ഇനി ഞാൻ കൊമ്പ് ചെയ്ത് കൊടുക്കണം. അതും ഞാൻ 2 ജോയിന്റ് പോലെയായിരുന്നു ചെയ്തത്. ഞാൻ ഓൾറെഡി ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, ഇതുപോലെ കൊമ്പ് പോലൊരു സംഭവം, പിന്നെ താഴെ ഒരു കുഞ്ഞൊരു സംഭവം, 2 ജോയിന്റ് വരുന്ന രീതിയിൽ. അത് നമുക്ക് ക്ലേ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ കൊമ്പും കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ക്രാബിന് കണ്ണ് വെച്ച് കൊടുക്കാം. അതിന് ഞാൻ മറ്റേ ക്ലേ ബാക്കി കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു, അത് തന്നെ വെച്ച് കൊടുക്കാണ്. നിങ്ങൾക്ക് കല്ല് വേണമെങ്കിൽ ആ സൈസിലെ കല്ലായാലും ഒട്ടിച്ചു കൊടുത്താൽ മതി, ഒരു പ്രശ്നമില്ല. കല്ല് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ഈ ഒരു കളർ, ഒരു ബ്രൗണും അല്ല എന്നാൽ റെഡും അല്ലാത്തൊരു ഷെയ്ഡ് ഉണ്ടായിരുന്നു. എനിക്ക് മറ്റേ സെറ്റായിട്ടുള്ള ആക്രിലിക് കളേഴ്സിൻ്റെ ട്യൂബ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് കിട്ടിയ ഒരു കളറാണ്. അത് കംപ്ലീറ്റ് കണ്ണിനൊഴിച്ച് ബാക്കി എല്ലായിടത്തും ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ബാക്ക് സൈഡൊക്കെ പെയിൻറ്റ് ചെയ്താലും നല്ലതാണ്. അത് നിങ്ങളുടെ ഇഷ്ടംപോലെ ഒരു കളർ കൊടുത്തിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാം. ബോട്ടിൽ കുറച്ച് മിൽക്ക് പണിയൊക്കെ ഉണ്ട്, ഒരു സ്കൈയുടെ ഒക്കെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തില്ല, അതുപോലൊക്കെ തന്നെ ജസ്റ്റ് ഇങ്ങനെ ഒരു ലൈറ്റ് ബ്ലൂ കളർ അവിടെ ഇവിടെയൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ വൈറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞ വീഡിയോയിൽ പെബിളിൻ്റെ ടെഡി ബെയറിനെ ഉണ്ടാക്കിയില്ല, അതിൽ നമ്മൾ ഇതുപോലെ ക്ലൗഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ സെയിം പേപ്പർ തന്നെയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരെ കാണുന്നത് ഞാൻ നമ്മോട് കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ബോട്ടിലാട്ടായിരുന്നു അത്. അപ്പോൾ ഇവിടെ 2 ക്ലൗഡ്, പിന്നെ അവിടെ ഇവിടെയൊക്കെ വൈറ്റ് ഒക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് താഴെ ഒരു സാൻഡിൻ്റെ, നമ്മുടെ ബീച്ചിലെ സാൻഡിൻ്റെ എഫക്റ്റിന് വേണ്ടിയിട്ട് ഞാൻ മുട്ടത്തോട് വെക്കുന്നുണ്ട് കേട്ടോ. കാര്യം ഞാൻ വേറെ എടുത്തതിന് ശേഷം ഇവിടെ കുറേ നാളുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് എക്ഷൽസ്. അപ്പോൾ അതൊന്നിനും ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ അങ്ങ് ചെയ്യാമെന്ന് വെച്ചാൽ നന്നായിട്ട് ഞാൻ പൊടിക്കുന്നുണ്ട്. പൊടിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കയ്യിൽ കൊള്ളുന്നുണ്ട് കേട്ടോ. അത് ഗ്ലൗസ് വല്ലതും ഇട്ടിട്ട് അല്ലെങ്കിൽ കെയർഫുള്ളായിട്ട് പൊടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് മണ്ണിട്ടാലും മതി, നമ്മുടെ കുഞ്ഞു മണലുണ്ടല്ലോ അതിട്ടാലും മതി, കുറച്ചും കൂടെ രസമായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ആ ബോട്ടം പോർഷനിൽ ഫുള്ള് ഞാൻ വെച്ചെടുക്കുന്നുണ്ട്. എല്ലായിടും ഒന്നും ഞാൻ ഫില്ല് ചെയ്യുന്നില്ല, ഓൾമോസ്റ്റ് കുറച്ച് ഗ്യാപ്പൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 2 കളേഴ്സ്, 2 ഷെയ്ഡ്സ് ബ്രൗണ് അവിടെ എല്ലായിടത്തും ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു വേറെ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 കളറിൽ നിങ്ങൾക്ക് ഒരു കളറായാലും കൊടുക്കാം, ഒരു യെല്ലോ ഷെയ്ഡ് വേണമെങ്കിൽ കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ നമ്മുടെ ക്രാബിന് കണ്ണ് വരച്ചു കൊടുക്കുകയാണ്. മാർക്കർ വെച്ച് ട്രൈ ചെയ്തു, പക്ഷെ നടന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ബ്രഷ് എടുത്ത് കഴുകാനൊക്കെ മടി കാരണം തന്നെ ചെയ്യാനില്ല.
ദിവസം ഞാൻ അത് തന്നെ ബ്രഷ് വെച്ചിട്ട് തന്നെ ആക്രിലിക് കളേഴ്സ് വെച്ചിട്ട് തന്നെ ചെയ്യേണ്ട വന്നു. പിന്നെ അത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണമായിരുന്നു. അതിന് മുമ്പായിട്ട് നമ്മുടെ ക്രാബിന് ചിരി പാസ്സാക്കി കൊടുക്കണമായിരുന്നു. അപ്പോൾ ചിരിയൊക്കെ വെച്ച് കൊടുത്ത് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അടിപൊളി തെങ്ങ് ഉണ്ടാക്കി കൊടുക്കണ്ടേ. ബീച്ചാകുമ്പോൾ തെങ്ങൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു തെങ്ങ് കൂടി ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഷേപ്പിൽ ഞാനിങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തോന്നിയ പോലെ ഇങ്ങനെ ജസ്റ്റ് അങ്ങനെ കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ അങ്ങനെ ഒട്ടിച്ചു വരണമെന്നില്ല. അവിടെ ആക്കാം. നമുക്ക് ലാസ്റ്റ് ലൈനിൽ നിന്ന് സ്മൂത്ത് ചെയ്തെടുക്കാമെന്നാണ്. അതിനൊരു ട്രിക്ക് ഉണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം. കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നാക്കി സ്മൂത്ത് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ നമുക്കിങ്ങനെ തെങ്ങിൻ്റെ ഇടയിൽ ഇങ്ങനെ വര പോലെ വരുമ്പോൾ അത് ഞാൻ നെയിൽ കട്ടർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ നെയിൽ കട്ടർ ഉപയോഗിച്ച് ചെയ്യണമെന്നില്ല. വേറെ എൻ്റെ ഇഷ്ടമുള്ള ടൂൾസ് ഒക്കെ യൂസ് ചെയ്യാം. ക്ലേയുടെ ഓൺലൈൻ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ ചുമ്മാ അവിടെ ഇവിടെ കുറച്ച് കുത്തീട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന് ഓല വരച്ചു കൊടുക്കണം. അതിൻ്റെ ബീച്ച് പോലൊക്കെ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് തന്നെ നമ്മുടെ ക്ലേ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പെയിന്റ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ക്ലേ യൂസ് ചെയ്യുന്ന ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനോട് പെയിന്റ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ക്ലേ ഒക്കെ ലാഭിക്കാറുണ്ട്. എന്നിട്ട് ഞാൻ എല്ലായിടത്തും ഇതുപോലെ ക്ലേ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഞാൻ എന്താ പറഞ്ഞാൽ ഞാൻ തോന്നിയാൽ ഇങ്ങനെ ജസ്റ്റ് മാതിരി ഇരിക്കും. കണ്ടു കഴിഞ്ഞാൽ ഒട്ടും ഈവൻ അല്ല, അൺഈവനായിട്ടാണല്ലോ ഇരിക്കുന്നത്. ലാസ്റ്റ് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ 4 ഓലയാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിനി സ്മൂത്ത് ചെയ്യാൻ വേണ്ടത് കുറച്ച് വെള്ളമാണ്. ഞാൻ നേരത്തെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ആ ക്ലേ ഒന്ന് സ്മൂത്ത് ചെയ്തെടുക്കണത്. പിന്നെ ഞാൻ നെയിൽ കട്ടർ യൂസ് ചെയ്തിട്ട് തന്നെ നടുക്കുന്ന ഒരു പാർട്ടീഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ എല്ലാ സൈഡും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ലീഫിൻ്റെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നൈസായിട്ട് ഇങ്ങനെ 2 സൈഡ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലായിടവും ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കംപ്ലീറ്റ് ആയിട്ട് അത് ഡ്രൈ ആവാൻ പറ്റണം കേട്ടോ. അതിന് മുമ്പായിട്ട് നമുക്ക് തേങ്ങ വെച്ച് കൊടുക്കേണ്ടത് ഒരു 3 തേങ്ങ. എനിക്കിത് കറക്റ്റ് ലാഭമായിരുന്നു കേട്ടോ. മുമ്പേ നമ്മുടെ ക്രാബിൻ്റെ കാര്യം പറഞ്ഞ പോലെ കണ്ണായിരുന്നു ബാക്കി വന്നപ്പോൾ ഞാൻ ഒട്ടിച്ചു കൊടുത്തത്. അതുപോലെ തന്നെ ഇവിടെ എനിക്ക് ബാക്കി വന്ന ഇത്രയുള്ള ഞാൻ ഇത്രയും 3 തേങ്ങ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ക്ലേ തീർന്നു. അപ്പം പിന്നെ അത് തന്നെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതിലേക്ക് 3 കുത്തിട്ട് കൊടുത്ത് തേങ്ങയുടെ കണ്ണില്ലേ, അതുപോലെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ലീഫിന് ഇതുപോലെ 2 ഷെയ്ഡ്സാണ് കൊടുക്കുന്നത്. ഒരു ലൈറ്റർ ഷെയ്ഡും വേറൊരു എന്താ പറയുക പായലിൻ്റെ ഒക്കെ ഒരു കളർ വരുന്ന ഷെയ്ഡ് ഉണ്ടല്ലോ, ആ ഒരു കളറാണ് ചെയ്ത് കൊടുക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് 4 ലീഫിന് ഞാൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിനി നമ്മുടെ തെങ്ങിൻ്റെ ആ തടിയില്ലേ അതിന് ആദ്യമേ ഗ്രീൻ ഒന്ന് ബേസ് കോട്ടായിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മേലേക്കാണ് ഞാൻ ബ്രൗൺ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പോഞ്ച് ഇഷ്ടമൊന്ന് ഡിപ്പ് ചെയ്ത് ഇങ്ങനെ ലൈറ്റായിട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഒരു എന്നായാലും ഒത്തിരി ബ്രൗൺ ആവണ്ട എന്നാൽ ഒത്തിരി ഗ്രീനും ആവണ്ട എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ ക്യാപ്പിൽ തന്നെ ഇച്ചിരിയുള്ള അതും ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് കളഞ്ഞിട്ടാണ് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ അവിടെ ഇവിടെ. അങ്ങനെ നമുക്ക് ആ തടി ഫുൾ അങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതും കംപ്ലീറ്റായി നന്നായിട്ട് ഡ്രൈ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തേങ്ങ ഒന്ന് കളർ ചെയ്തെടുക്കണം. അങ്ങനെ ഞാൻ ലൈറ്റ് ബ്രൗൺ ആണ്. പിന്നെ അതിൻ്റെ ആ കണ്ണില്ല 3 ഡോട്ട്സ് ഇല്ലേ അവിടെ ബ്ലാക്കും കൂടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയിട്ട് ഡേ ലൈറ്റിൽ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മുടെ ക്രാബ് ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ട് നല്ല ക്യൂട്ടല്ലേ കാണാൻ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഭയങ്കര ഒരു കാർട്ടൂൺ ലുക്ക് ഇല്ലേ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചെയ്ത് നോക്കാം കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് ഫോട്ടോസൊക്കെ അയച്ചു തരാം. താങ്ക് യു സോ മച്ച്.